ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് 75 ഹാർഡ് ഡേ 23. പക്ഷേ 23 ദിവസമായി. നാളെയാണ് എന്താ പറയുക, നാളെയാണ് പോണ്ടിച്ചേരി പോകാൻ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ നോക്കണം. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കണം ഗൈസ്. കുറേ സാധനങ്ങൾ എടുത്തൊക്കെയുണ്ട്. കുറേ സാധനം തരിക, കുറച്ച് സാധനം 2 ദിവസമല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ സമയം 10:15 കഴിഞ്ഞു. ജിമ്മിൽ 10:30 ജിമ്മിൽ പോയി കുളിച്ചു, ഫുഡ് കഴിച്ചു. യെസ്, ഡയമണ്ട് കളയണ്ട് പോലീസ് ഇടിച്ചിട്ടോ. അതാ ഇനി പോല. സാധനം സീനായി. ഏതാ സാധനം ട്യൂഷൻ ടീംസ് കുഞ്ഞാന്റെ കടി കയറ്റ് കടന്റെ കുടി കയറ്റിടെ. സിറാജിനെ കേട്ടില്ല. ആ മേലത്തെ ഒരു തീർത്തടി. അയ്യോ, ഓ കറക്റ്റ് പാർക്കിങ്. ആ കട്ടപ്പ കയറ്റേ സ്ഥലത്തി കുഞ്ഞാടിയോടെ. ഓ കുഞ്ഞാടി കുഞ്ഞാടി. ഓ ഇതേപോലെ സിറാജ് കയറിയത്. ആണോ? ഞങ്ങള് നിക്കേട്ടാ, ഞങ്ങളിങ്ങനെ വർത്താനം കേട്ടാ. മറ്റാണ്ട് എന്റെ ക്ലിനിക്കൊക്കെ ഇതേ സ്പീഡിൽ ഇങ്ങനെ വരുന്നു. ഉള്ളുക്കട് കയറ്റി. ക്ഷീണം കമ്മിയോ? അതല്ല ഇന്നാളെന്തോ ചോട്ടുമോട്ട് ലീവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ബനേനു? അത് വേറെ ആളല്ലേ? കുഞ്ഞാണേ ചോദിച്ചു. സോമൻ ചേട്ടൻ കുഞ്ഞാണി കുട്ടതൈലോ. ഇതൊക്കെ എന്താ പറയാനുണ്ടോ? അങ്ങനെ മുക്കാല് കുഞ്ഞാണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്നെടുക്കില്ല, എന്റെ കൈ മാത്രം 4 വാങ്ങിച്ചെടുത്ത വേറെ സാധനം ഉണ്ട്. ഇത് കട വിട്ടോളൂ. മറ്റേ യൂണിഫോം കട വിട്ടു. അതാ പറഞ്ഞ അടി കൗണ്ടൊക്കെ ഉണ്ട്. എന്നെ പോലെ അടി അടി കണ്ടിട്ടാ. 7, 10, 11, 12, 13, 14, 16, 17, 18, 19, 20, 21, 22, 23. മോനെ കൊറാവ് കേറണു. 26, 27, 28, 36, 37, 80, 9, 40. ഇതാണ് നല്ലല്ലോ. 5, 10, കുറച്ച് കൂട്ടി 15 സംതിങ് എത്രയാണ്? 15 ഇങ്ങനെ പളിയില്ല. എക്സ്പ്രഷൻ ഉണ്ടാവും. ഇന്റെ അടുത്തൊന്നും കളിക്കരുത്. ഇല്ല കുഞ്ഞാടി ഒരു മുട്ട തൈലോ. 10, 30 ഇത് 5 രൂപ ഫുള്ളായിട്ട്. 5 രൂപ കോട്ടരുത്. സീന വിട്ട പോവാ. ഇവിടെ തിന്നാളാ.
ടൗസറോ ഇത്ര വലിപ്പുള്ളോ? 12 ആർക്കിടാനാ? എന്തിനാ 12 സിമ്പിൾ. 1 2 3 4 5 6 അവിടെ എവിടെയാ പോയാ? ഇത് പൊട്ടിച്ച് കളിച്ചോ? കാട്ട് പൊട്ടിച്ചളി. ആ ഇതാണ് സാധനം. ഇത് ട്രൈപ്പോഡും വെക്കണ്ടടാ. ഫോണ് ക്ലിപ്പ് ചെയ്യാൻ എങ്ങനെ വെക്കാൻ? ഈ വീഡിയോ എടുക്കണ്ടല്ലോ. ആ മുട്ടതയിലോ കുഞ്ഞാണ് പോയി. എന്റെ ഇപ്പൊ തള്ളിയിട്ടില്ല. ചെറുവിളി 500. സ്കാൻ ചെയ്താ മതിലേ. ഇതെന്ത് കൊടുത്താണ് വെള്ളം ഉണ്ട്? ഞാനാടാ പൊന്നു സോദരായി എന്തിനാ അതിലെ പോയിരുന്നേ നമുക്ക് കാര്യടാ വൈഭവം. ഫോണില് നോട്ടിഫിക്കേഷൻ വരും. തിരിച്ചല്ല പിന്നെ ഫോൺക്ക് വരും. പിന്നെയാണ് ദിവസം ഇത് 110 ചെയ്യുന്നായിരുന്നു ഇവിടെ. കാണിച്ചു കൊടുക്കില്ല. ഇവ മൂക്കൊത്തര എന്തിനാടാ? പൊന്നു സോദര എന്തിനാ? പിന്നെ മറ്റേ ബ്ലോഗും ചവിട്ടണ്ട ചങ്ങായ. അതിന്റെ വേറെ പ്രോട്ടീൻ റിച്ച് ഐറ്റംസ് ആണ് ഇത്. ഒന്നും ഇവിടെ വെക്കലേ. കൊറിയറായി ചെയ്യത് ഞാൻ നാളെ എന്റെ പോന്നല്ലോ അതന്ന് അതിന് ശേഷം വണ്ടി തട്ടി പോനെ തട്ടിയാ അതാണ് പറയാം. നമ്മള് വെറൈറ്റി കുടിക്കണം. 1000 അതാ വെറൈറ്റി വെയിലത്ത് പാടത്ത് എടാ ചെയ്ത് കുഞ്ഞാണ്ടല്ല തിരിച്ചു കൊടുത്താ. എനിക്ക് തരാം. പരി എത്തുമ്പോ തരാ. നിക്ക് അത് രസടാ. എടാ എനിക്ക് ചാനൽ തുടങ്ങണ ചാനൽ തുടങ്ങണ ആദ്യം ഇത് മാറ്റണം. ക്യാമറ ഫിയർ മാറ്റണം. അടി പൊട്ടും. എടുത്തു വരികതെ പോട്ടെ. ക്യാമറ കാണുക പിന്നെ പണി അത് തട്ടു ഉറപ്പടാ. സ്റ്റെപ്പ് കൂടെ കയറ്റിക്കോ. ആ ഈ സ്റ്റെപ്പ് കൂടെ കയറ്റിയാ മതി. ഓ സ്കിൽ അയ്യോ ആ പെറ്റ് കിടത്തില്ലേ? അതാ ഇനി കിട്ടൂല കേട്ടാ. ഇനി കിട്ടൂല. ഇന്ന് മാത്രമേ ഉള്ളൂ ഇത് ഓഫർ. ആളുണ്ടല്ലോ അടിച്ചാടാ എനിക്ക് പിന്നെ നമ്മള് തിരിച്ചെത്തി. പിന്നണി ആ അരിച്ചാക്ക് ഒരിക്കലോ ദിവസം 10 എങ്ങനെ വന്നിച്ചാ മസിലോട്ട് കേറി വരും. നാച്ചുറൽ ബ്യൂട്ടി അല്ലടാ. ലുക്കണ്ട ഹൈ ക്വാളിറ്റിയിലെ സാധനം എടുത്തോ. കിലോ എത്ര പറയും? 95 100 ബദാമാണേ. വണ്ടി കുഞ്ഞാണിന്റെ ഓരോ സാധനങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. കോളേജിൽ ഇറങ്ങിയാൽ മതി. കൊറേ ഡെനിം കൊറേ ഉണ്ട്. ചെറുപേരെടുക്കേ 50 റുപ്യക്ക് വണ്ടി കൊടുത്തേ പടച്ചറ പിള്ളേരല്ലേ ചോദിച്ചു. വണ്ടി ഇപ്പൊ ഓഫായി എണ്ണ അടിച്ചല്ലേ? ആ എണ്ണ അടിച്ച് പടച്ചറ പറ്റും.
ഇവരെന്നെ വരും ഉണ്ടാക്കാൻ ആരാ ഇതാണ് ബിസി വള്ളം കൂട്ടിപ്പോതില് വള്ളം കൂട്ടാണ്ടോളി ഭാര്യക്കാവണിയാണ് ചെരിഞ്ഞൂടെ ഓ അലിച്ചാണ് ഞാൻ ഒന്നും ചെയ്തല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ നാട്ടു പോനെ എത്ര നേരായി. ശരി പോവാം. ഓ ലുക്ക് എന്താണത് ഉള്ളിലേക്ക് ഇതൊന്ന് ക്യാച്ചിക്കാനും മുട്ടതൈരാ വെന്നൂര് കേക്കട്ടെ. കുഞ്ഞാടിന്റെ ബ്രാൻഡാണ്. കുഞ്ഞാടി രാവിലെ അലാറൊക്കെ എന്താ മുട്ടതൈരാണ് കുഞ്ഞാടി ഇത് കേട്ടാണ് നീച്ചിട്ട് വരുന്നത്. ഇതായിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്താ കാട്ടിനെന്താ വീടിലാണേ മുട്ടതൈരാണ് ഇപ്പൊ ഫുള്ള്. അടെ നീ ഇറങ്ങട്ടെ നീച്ചേ നീച്ചടാ ഇറങ്ങട്ടെ എടുത്തോടാ. എന്താ അവിടെ തിരിച്ച ഈ ബാക്കിൽ ചെയ്ത് കൊടുക്ക്. ആടേക്ക് വന്നേടാ മതി. ഇതൊന്നും വേണ്ടേ? ഓട്ടെ ഓട്ടെ ഓട്ടെ. ഓ റൈസ് അങ്ങട് റൈസ് അങ്ങട് പൊട്ടിച്ചേട്ടാ പൊട്ടിച്ചേട്ടാ. അങ്ങനെ ആറ്റോ കാട്ടാ കറുത്ത വക വരുന്നത്. അയ്യോ വകാക്കി പോയിക്കണു. നമ്പർ പ്ലേറ്റ് പിടിച്ച MBD കൂടി പോക്കും. കുട്ടികൾ കുറച്ചുണ്ട് ഒന്നില്ല. ഇതണ്ട തല ഇതൊക്കെ അയർമാന്റെ തലാണ് ഇപ്പൊ ഇത്. അത് വണ്ടി കൊണ്ടേ ഇതെങ്ങനെയല്ല ഒരു സ്വിച്ചൊക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ ആവും. ഇത് കിട്ടും മറ്റേ ആൺമാരെ തല ഞാനോ അങ്ങനെ നിർത്തിയിട്ടേ ചങ്ങായി ലോറി ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെന്താ കിക്കറ് പോരല്ലോ അതാണ് ഇതോട്ടെ അതൊക്കെ ഉറച്ചുകൂടെ തോന്നുന്നു. പോരുന്നില്ല അത് മഴ വരുമ്പോ പോരും കുറച്ച് വള്ളം കയറുമ്പോ പോരും. ബ്രേക്ക് ഇത് ബ്രേക്ക് ഇല്ല ചെങ്ങ ഇതൊക്കെ എങ്ങനെ ഇറക്കിറക്കല്ലേ. ഇത് ഞാൻ ബാങ്ക് ഇതേറ്റോ ചാവൂട്ടാ. ഒരു ദിവസം എന്തായാലും ചാവും. ചോട്ടി പിടിച്ചു മുന്നില്. അങ്ങനെ പോയിന്റെ രാവിലെ പോയതോ പുറത്ത് അങ്ങാടിക്ക്. ഇപ്പളെ കയറി എൻ്റെ ഇനി നമുക്ക് എന്താ അറിയോ ഫോണിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ട്. എന്തൊക്കെയാ വെച്ചാൽ എന്തൊക്കെ എനിക്കും അറിയില്ല. എനിക്ക് തിന്നാനൊക്കെ എന്തൊക്കെയാ എടുക്കണം. നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന കുറച്ച് നേന്ത്രപ്പഴം പിന്നെ ഒരു കടല് അതൊക്കെ തന്നെ എടുക്കാറ്റുള്ളത്. മറ്റേ അപ്പോൾ ചിപ്സും ഇത് സാറ്റിസ്ഫൈഡ് ഇല്ലെങ്കിൽ ചിപ്സോ മിച്ചറും എന്തൊക്കെയാ വെച്ചാൽ കൊണ്ടുപോയി ബേക്കറി ഐറ്റംസ് ഒക്കെ അതൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഗൈസ് അതിൻ്റെ പണിയൊക്കെ നോക്കട്ടെ. പിന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് ഇംഗ്ലീഷിൻ്റെ ഇത് കാണാനുണ്ട്. വെള്ളം കുടിക്കാനുണ്ട്. ഇന്ന് ക്ലിനിക്കിലും തിരക്കായിരിക്കും. ഓർത്തോ ഉണ്ട്. അപ്പോൾ യെസ് ആദ്യം എഡിറ്റ് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് വരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു. മൗണ്ട് ഇത് സംഭവം എന്താ വെച്ചാൽ മറ്റേ പഴയ മൗണ്ട് ഉണ്ട്. അയിമ വെച്ചാൽ നമുക്ക് ഇപ്പം ഈ കാണുന്ന ഈ റേഷ്യോയിൽ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുവെച്ചാൽ ഇൻസ്റ്റാഗ്രാം കിട്ടണമെങ്കിൽ മറ്റേതൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേണ്ടിയിട്ട് പുതിയ മൗണ്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിനാകുമ്പോൾ രണ്ട് ഇതൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ എടുക്കാൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ വെച്ചാൽ മറ്റേ ശരിക്കും ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംഭവം അത് രണ്ടിനും പറ്റണ്ടേ. പക്ഷേ ട്രൈപോഡ് ചതിച്ചു. ട്രൈപോഡ് ഇത് ഇങ്ങനെ വെച്ചാൽ മറ്റേ ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ചില വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാ പോലെ ഇപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്താണ് ഇങ്ങനെ വെക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പോർട്രേറ്റ് എന്താ പറയുക പോർട്രേറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ
ഇങ്ങനെ വെക്കേണ്ടി വരും ഈ സാധനം. അപ്പോൾ ഇതിങ്ങനെ ആക്കിയാൽ ഫിറ്റ് ആവില്ലേ. ഈ സാധനം ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് ഈ സാധനം ഇവിടെ ഇട്ട് താത്താനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അപ്പം എന്തായി മൂഞ്ചി. ഈ സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ താത്താനുള്ള സാധനം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നിന്നുകാണ്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും വെള്ളത്തിലായി. ഞാൻ ഇത് വാങ്ങിയിട്ട് ഇതിന് നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം ഇടാൻ. അപ്പോൾ ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ ഇത്. ഇപ്പോൾ ട്രൈപ്പോഡ് തന്നെ മാറ്റേണ്ടി വരും. നമുക്ക് ക്ലിനിക്ക് പോകാം. ബുക്ക് എടുത്തേക്കണം. നമുക്ക് ലൈബ്രറി കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ബുക്ക് സെലക്ട് ചെയ്യണം. നമുക്കൊരു നോവൽ കൂടി സെലക്ട് ചെയ്യണം. നോവലല്ല, എന്തെങ്കിലും കഥ ബുക്കൊക്കെ എന്തെങ്കിലും. നാളെ ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ. നോവലല്ല, നമുക്ക് എന്താ വെച്ചാൽ ഫിക്ഷനായിട്ടുള്ള ബുക്കുകൾ വായിക്കാനായിട്ട്. നോൺ ഫിക്ഷൻ വേറെ എടുക്കാം, ഫിക്ഷനായിട്ടുള്ള ബുക്ക് വേറെ എടുക്കാം. 2 ബുക്ക് ഉണ്ടായിക്കോട്ടെ. 13 മണിക്കൂറൊക്കെ ഇരിക്കണല്ലേ. ചിലപ്പോൾ വായിച്ചോ ഇല്ലയൊന്നും അറിയില്ല, വെറുതെ കൈ വെക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ക്ലിനിക്കിലാണ്. ക്ലിനിക്ക് ഏകദേശം ക്ലോസ് ചെയ്യാനായി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാ ചലഞ്ചും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നാളെ പോകാനുള്ള ഒന്നും എടുത്ത് വെച്ചിട്ട് ചെയ്യാം. നാളെ പൊടിച്ചിരിക്കുവാണ് ഗൈസ്. അപ്പോൾ അതിന് ഒന്നും എടുത്ത് വെച്ചിട്ട് ചെയ്യാം. ഒക്കെ എടുത്ത് വെച്ചേക്കണം. ഒക്കെ ലിസ്റ്റാക്കി വേണം എന്തൊക്കെ എടുത്തേക്കേണ്ടിയെന്നേ. അല്ലെങ്കിൽ മറക്ക് വെച്ചിട്ടേ ശരിക്കും പറഞ്ഞാൽ എന്തോ ഗൾഫിലൊക്കെ പോണ പോലെ പോണ്ടിച്ചേരി പോകണമെന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ പുറത്ത് ഒറ്റക്ക് ആദ്യമായിട്ടാണ് പോകേണ്ടത്. അതിലൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് എന്തൊക്കെയൊക്കെ ഉണ്ട്. ആദ്യം ഇതിൻ്റെ ഫുൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒഴിവാക്കി. എത്ര ഇതിൽ എന്താ 128 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ഫുള്ളതിന് എത്ര 10-70 GB സ്റ്റോറേജ് സ്പേസ് ആക്കിച്ച്. അതെന്തായാലും ആണല്ലോ. നമുക്ക് ഇഷ്ടംപോലെ എടുക്കാനുണ്ടാവും ഉറപ്പ് കയറാം. അപ്പോൾ ഇനി വെള്ളം ഇപ്പം തന്നെ ഇവിടെ തന്നെ കുടിച്ച് തീർക്കണം. ഇതുകൂടി കുടിച്ച് തീർന്നാൽ 2.5 ലിറ്റർ ആവും. ഇത് ഗൈസ് ഞാൻ കുടിച്ച് തീർക്കട്ടെ. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഫോണിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ ഇനി ഒഴിവാക്കാണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വരാം. പിന്നെ ഇവിടെ പണിയൊക്കെ ഉണ്ട്, എല്ലായിടത്തും പണിയുണ്ട്. ഇതൊക്കെ വേണ്ടി വരാം ഗൈസ്. അങ്ങനെ ടൈമായി ക്ലിനിക്ക് കൂട്ടാൻ. യെസ്, നമുക്ക് പെരിയിൽ പോകാം. കാടി കൂടെ ഡ്രസ്സും കൊടുത്ത് കിട്ടുക നടക്കുകയാണ്. സൂപ്പർ കൂൾ ആണ്. പവർ ബാങ്കായി, ബുക്കായി, ഷർട്ടും പാൻറ്റും ആയി. അയ്യോ, ഇനി നമ്മളതൊക്കെ എടുത്ത് കാണുമ്പോൾ തുറക്കട്ടത്. ആയി ഇനി നമുക്ക് തിന്നാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതിന് പോകാം ഗൈസ്. പൊളിക്ക് നമ്മൾ എന്താവോ എന്തോ നടത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇനി എന്തൊക്കെയുണ്ട് നോക്കാം. വാങ്ങേണ്ട ആദ്യം ബ്രെഡ്, പഴം ഒക്കെ വാങ്ങണം. കിട്ടി ഗൈസ്. കുറച്ച് സാധനം വാങ്ങി. ബ്രെഡ് കിട്ടിയില്ല. ബ്രെഡ് ഇനി വേറെ വാങ്ങണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. റിച്ചാണ് ഇപ്പോൾ, പ്രോട്ടീൻ റിച്ച് ഐറ്റംസാണ് ഉള്ളത്. പോടാ എന്തൊക്കെയൊക്കെ ഇവിടെ റെഡി ആക്കിക്കണേ. എന്തൊക്കെയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിക്കണേ. ഡ്രസ്സ് കുറച്ച് അവിടെ ഉണ്ട്. പിന്നെ എന്താ ഫോണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പവർ ബാങ്ക് കുത്തിയിട്ടിക്കണേ. എന്താ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്താന്നാവോ. പക്ഷെ എന്തൊക്കെ ഈ വാർത്ത കേൾക്കുന്നുണ്ട്. നാളെ തിരൂരെന്തോ പണിമുടക്കോ ബസ് ഉണ്ടാവില്ലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് കടലയും പഴവും ഒക്കെ വാങ്ങിക്കണം. സംഭവം എന്താ വെച്ചാൽ അവിടുന്ന് വാങ്ങിയപ്പോഴെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താല്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അതാണ്, വേർത്തില്ല. പിന്നെ ബുക്കുണ്ട് വായിക്കാൻ. 2 ബുക്ക് എടുത്താണ്. ഒന്ന് നോൺ ഫിക്ഷനായിട്ടുള്ള ബുക്ക്, ഒന്ന് ഫിക്ഷനായിട്ടുള്ള ബുക്ക്. ഓക്കെ. എന്തൊക്കെയുണ്ട് ഇനി എന്തൊക്കെ എടുക്കാണ്ട് നോക്കട്ടെ. എന്തൊക്കെയൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ റെഡി ആക്കാണ്. നമ്മളെ അണ്ണൻ പരമണ്ണൻ മറ്റേ കള്ളി തുണിയും പുള്ളിക്കുപ്പായ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്കാണ് തുണി എടുക്കാനോ അറിയില്ല. പിന്നെ തുണി എടുക്കാതെ തുണി എടുത്താൽ പിന്നെ അറിയാതെ പിന്നെ തുണി എടുത്താലേ സീനാവും.
അപ്പോൾ ആ ചവിട്ടി കാണാനേ ഞാൻ പോകും. വെറുതെ എന്തിനായി നിൽക്കണേ. അതുകൊണ്ട് നമുക്ക് ഒരു നീല ജീൻസും ഒരു ബ്ലാക്ക് പാൻറ്റും ഒക്കെ വെച്ചാൽ ബ്ലാക്ക് ടീഷർട്ടും ആക്കാം. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി. ഇനി നമുക്ക് ഫുഡ് കഴിക്കും. വലിച്ചിട്ട് വെച്ചാൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ മണ്ടിടണം. എന്തിനാന്നാവോ എനിക്ക് തന്നെ അറിയില്ല. എന്താവും നാളത്തെ കാര്യം. എന്തൊക്കെയാ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. തിരൂര് ട്രെയിന് ഇവിടുന്ന് തിരൂർക്ക് ബസ് പണി മുടക്കാണെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഞാൻ അറിയില്ല. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ബാഗിലാക്കണം. ബാഗിൽ ലാപ്പുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ ഗൈസ്. ഒറ്റ മിനിറ്റ് ഇപ്പോൾ വരാം ഗൈസ്. ലാപ്പൊക്കെ പുറത്തേക്ക് എടുത്തു, ബാഗ് ഫ്രീ ആയി. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം പാടെയും കുത്തി കയറ്റണം. കുറച്ച് സാധനങ്ങളുള്ളൂ, വേറെ കാര്യം. പിന്നെ ആണെങ്കിൽ എനിക്ക് പാട്ടിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. പക്ഷേ പാട്ടിടുമ്പോൾ കോപ്പറേറ്റ് എടുക്കും, അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റില്ല. നോക്കട്ടെ ഗൈസ്. ഞാൻ പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ വേണ്ടേ ട്രാക്ക് ചെയ്യണ്ടൊക്കെ. നമുക്ക് ഇവിടെ ഒരു ടൈം ലാപ്സ് വെക്കാം എന്തായാലും. എന്നിട്ട് പാട്ടിടാം, എന്നിട്ട് വേറെ ഏതെങ്കിലും പാട്ട് നമുക്ക് കുത്തി കയറ്റാം കോപ്പറേറ്റ് ചെയ്യാത്ത എഡിറ്റ് ചെയ്യുമ്പോൾ. യെസ്. നമ്മൾ പീനട്ട് ബട്ടർ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുബൂസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അയിമ എന്തേ കൂട്ടി തിന്ന വെറുതെ എടുക്കുക ആവശ്യം ഉണ്ടെങ്കിലും അല്ലേ. പഴം എടുത്തുള്ളൂ, കുറച്ച് പഴമുണ്ട്. റോബസ്റ്റ് പഴം, നേന്ത്രപ്പഴം ഉണ്ട്, കടലയുണ്ട്, പീനട്ട് ബട്ടർ. അങ്ങനെ ഇതെല്ലാം ഈ ബാഗിലാക്കി. എന്താ അറിയില്ല, അത്യാവശ്യം കനുണ്ട് തോന്നുന്നു. കുറച്ച് കനുണ്ട്. ഉണ്ടായിക്കോട്ടെ, അതില്ലേ ആവശ്യമായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഗൈസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലൊക്കെ ശരി സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ നേരത്തെ നീക്കണം, 10 ഇടണം. പറ്റുമെങ്കിൽ ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയാലൊരു മെയിൻ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നാളെ ഞായറാഴ്ചയാണ് റെസ്റ്റ് ഡേയാണ്. പക്ഷേ നാളെ ജിമ്മിൽ പോയാൽ നമുക്ക് തിങ്കളാഴ്ച ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിലിപ്പോൾ നമ്മളെ 75 കൂടി കൊണ്ടുപോകണം. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിങ്കളാഴ്ചൻ്റെ പകരമായിട്ട് ഞായറാഴ്ച വർക്കൗട്ട് ചെയ്താൽ തിങ്കളാഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചൊവ്വാഴ്ച നമ്മൾ പെരീക്കെത്തും പിന്നെ അപ്പോൾ വർക്കൗട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തുള്ള ഇഷ്ടപ്പെട്ടാലേക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ത്രില്ഡാണ്. എന്താ ചെയ്യുക എന്താ അറിയില്ല, ഭയങ്കര ഒരു സന്തോഷം. നാളെ ആകുമ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം എന്തോ തിരൂർക്കുള്ള ബസ് എന്തോ പണി മുടക്കണം, അങ്ങനെ എന്തൊക്കെ കേൾക്കണൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നാളെ കാണാം ഗൈസ്. ബൈ.